എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പൊ നാട് മൊത്തം എല്ലാവരും തിരയുന്ന ഒരേ ഒരു ഓഫർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ജിമ്നിയാണ്. അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ ഇടയ്ക്ക് ഓഫറൊക്കെ പോകുന്നതാണല്ലോ, എന്നാൽ പിന്നെ നമുക്കും ജിമ്നി ഒന്ന് കണ്ടു കളയാം. അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് ഇപ്പൊ കളമശ്ശേരിയിലുള്ള നെക്ടയുടെ ഷോറൂമിലാണ്. അപ്പോൾ ജിമ്നിയുടെ ഒരു വാക്ക് റൗണ്ട് വീഡിയോ ആണ് ഇതെന്ന് വെച്ചാൽ, നമുക്ക് ഓൾറെഡി നിങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ജിമ്നിയുടെ റിവ്യൂസ് നിങ്ങൾ ഒരുപാട് കണ്ടു കാണും. അപ്പോൾ ഈ വീഡിയോക്കകത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഓഫ് റോഡ് സ്പെസിഫിക്കേഷനിലെ ജിമ്നിയെ നമുക്ക് എങ്ങനെ നോക്കി കാണാം, പിന്നെ ഇതിനകത്ത് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഓഫ് റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻ എന്തൊക്കെ ജിമ്നിക്കകത്ത് വരുത്താം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു എൻ്റെ കാഴ്ചപ്പാടുള്ള ഒരു വീഡിയോ ആണ്. ജിമ്നി കൊണ്ട് ഒരു ഓഫ് റോഡ് നമ്മൾ ചെയ്യുന്നുണ്ട്, അതോടെ നമ്മുടെ ചാനലിനകത്ത് വരും. പക്ഷേ ഇപ്പോൾ നമ്മൾ കിട്ടിയാൽ നമ്മൾ ജിമ്നിയിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോക്കകത്തുള്ളത്. ജിമ്നിയെ പറ്റി പറയുമ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഏകദേശം എൻ്റെ മനസ്സിലുള്ള ഏകദേശം ഒരു സെയിം സൈസ് തന്നെയാണ് ജിമ്നിക്കുള്ളത്. അത്യാവശ്യം ജിപ്സിയുടെ അത്ര തന്നെ അത്യാവശ്യം സൈസുള്ള ഒരു വാഹനം തന്നെയാണ് ജിമ്നി എന്ന് പറയുന്നത്. ഇതിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഓഫ് റോഡ് പോകുമ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം നമ്മളിപ്പം ഇപ്പോൾ ഗൂർക്കയായിട്ടോ അല്ലെങ്കിൽ പജീറോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ നമുക്ക് ഓൾറെഡി ഓഫ് റോഡ് പൊതുമുക്കര പോലത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഓൾറെഡി ഒരു ട്രാക്ക് കാണും, അല്ലെങ്കിൽ മഴ പെയ്തിട്ടുള്ള ഓഫ് റോഡ് ലൊക്കേഷനൊക്കെ ആണെങ്കിൽ ആ ട്രാക്കിലൂടെ പോകുമ്പോൾ നമ്മൾ വീതിയുള്ള വെഹിക്കിൾ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ട്രാക്ഷൻ ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അടിയിടിക്കാനോ അങ്ങനെയുള്ള പ്രശ്നം വരാറുണ്ട്. പക്ഷേ ജിമ്നി പോലുള്ള ഒരു വീതി കുറഞ്ഞ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്കിൽ തന്നെ ഒരു സൈഡ് മാത്രം ടയർ ഇറക്കി ഓടിച്ചാൽ മതിയാവും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ജിമ്നിക്കുണ്ട്. വീതി കുറഞ്ഞ ഒരു ഓഫ് റോഡ് ട്രാക്കിൽ പോകാനുള്ള അഡ്വാൻറ്റേജ് ജിമ്നിക്കുണ്ടെന്നുള്ളതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയ ഒരു സംഭവം. പിന്നെ നമുക്ക് ടയേഴ്സിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കിനും സ്റ്റോക്ക് വരുന്നത് നമുക്ക് സ്റ്റീൽ റിംസിലും അലോയ്സിലും ജിമ്നി അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പം നമ്മൾ കൂടുതൽ ഓഫ് റോഡ് പോകുമ്പോൾ എല്ലാവരും സ്റ്റീൽ റിംസ് ഇടുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അലോയ്സ് ഇട്ട് ഓഫ് റോഡ് ചെയ്യുമ്പോഴത്തേക്കും അലോയ് പൊട്ടലുണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കൂടുതൽ എന്താ സെൻസ് നമ്മൾ ഹാർഡായിട്ടുള്ള റോക്കിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ അലോയ്സ് ആണെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സ്റ്റീൽ റിം ആണെങ്കിൽ അത് ബെൻഡ് ആവത്തുള്ളൂ, നമുക്ക് നൂത്തിരക്കുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജിമ്നിയിൽ ഇപ്പോൾ വരുന്ന നമ്മൾ കാണുന്ന ഈ മോഡലിനകത്ത് അലോയ് ആണുള്ളത്. നമുക്കിത് ഈ സൈസ് നമുക്ക് അപ്സൈസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വരുന്നത് 15 ഇഞ്ച് അലോയ്സ് ആണ് വരുന്നത്. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൊഫൈൽ കൂടുതലാണ്. അത്യാവശ്യം മിക്ക ഓഫ് റോഡ് വെഹിക്കിൾസും നിങ്ങൾ ടയർ നോക്കുമ്പോൾ പ്രൊഫൈൽ അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പജറോയിൽ നോക്കുവാണെങ്കിൽ 15 ഇഞ്ച് മാത്രമേ ആ ഒരു ടയർ സൈസ് ഉള്ളൂ, പക്ഷേ പ്രൊഫൈൽ ഭയങ്കര കൂടുതലാണ്. അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു മാരുതി ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആയതുകൊണ്ടാണ് അത്രയും പ്രൊഫൈൽ കൂടിയുള്ള ടയർ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടയർ നമുക്ക് അപ്സൈസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കിപ്പോൾ MT ആക്കാം, AT ആക്കാം. അത് കൂടുതൽ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ സ്റ്റീൽ റിംസിലൊക്കെ അപ്സൈസ് ചെയ്ത് ജിമ്നീസ് നമുക്ക് കാണാൻ പറ്റും. സ്റ്റീൽ റിം ഇടുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ടയർ ബെൻഡ് ആയാലും നമുക്ക് അടിച്ച് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ അപ്രോച്ച് ആംഗിൾ 35 ഡിഗ്രിയാണ് അപ്രോച്ച് ആംഗിൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബമ്പേഴ്സ് എല്ലാം വളരെ അടുത്താണ് നിൽക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം അപ്രോച്ച് ആംഗിളൊക്കെ വളരെ ബെസ്റ്റാണ്. പിന്നെ നമുക്ക് ഈ ജിമ്നി കാണാൻ പറ്റുന്ന ഒരു മോഡിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിമ്നിയിൽ നമുക്ക് വിഞ്ച് വെക്കുന്ന ഒരു സെറ്റപ്പൊക്കെ ഇപ്പോൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. നമുക്ക് ജിമ്നി, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഞാൻ അയൺമാൻ്റെ ജിമ്നിയുടെ സസ്പെൻഷൻ്റെ ഒരു ആഡ് കണ്ടു. അതായത് അയൺമാൻ സസ്പെൻഷൻ നമ്മൾ നോർമലി വെച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഇവിടുത്തുള്ള പജീറോ, ഗൂർക്ക, താറിനൊക്കെയാണുള്ളത്. ഇപ്പോൾ ജിമ്നിക്കും അയൺമാൻ്റെ സസ്പെൻഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സൂൺ നമ്മുടെ ഊർമിക്കരയും അതുപോലത്തുള്ള പാൽക്കുളമേട് പോലത്തെ ഓഫ് റോഡ് ലൊക്കേഷൻസ് എല്ലാം ജിമ്നി കീഴടക്കും. അപ്പോൾ ജിമ്നിയുടെ ഇത് ഇന്റർനാഷണൽ മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അത് വരുന്നുണ്ട്. പിന്നെ എനിക്ക് മൊത്തത്തിൽ ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ജി വാഗണിന്റെ ഒരു സിമിലാരിറ്റി പോലെ തോന്നി. ജി വാഗണിന്റെ ഈ ഒരു റൂഫ് ലൈനൊക്കെ വളരെ വളരെ സിമിലർ ആണ്. പിന്നെ മൊത്തത്തിൽ കുറച്ച് റഗ്നെസ് കൊണ്ടുവരാൻ മാരുതി ശ്രമിച്ചിട്ടുണ്ട്. ഒരു റഗ്ഡ് ലുക്കാണ് ഈ ഒരു വെഹിക്കിളിന്റെ കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ റോക്ക് സ്ലൈഡേഴ്സ് ഒന്നും ഇല്ല, വേണമെങ്കിൽ റോക്ക് സ്ലൈഡേഴ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് സ്റ്റോക്ക് വരുന്നൊരു ഫൈബറിന്റെ ഒരു പാർട്ടാണ്. ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഇത് നമുക്ക് അഴിച്ചു വെച്ചിട്ട് നമുക്ക് കസ്റ്റം റോക്ക് സ്ലൈഡേഴ്സ് വേണമെങ്കിൽ വാങ്ങിച്ച് നമുക്ക് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇത് ആഫ്റ്റർ മാർക്കറ്റിന് ചിലപ്പോൾ വരുമായിരിക്കും. പിന്നെ നമുക്ക് ഇന്റീരിയേഴ്സിലേക്ക് പോകും. റിയറിലേക്ക് വരുമ്പോഴത്തേനും വേറെ ഈ പറഞ്ഞ ഈ ഒരു ഈ ഒരു വീൽ ക്ലാഡിങ് ഒരു സ്പോർട്ടി അല്ലെങ്കിൽ ഒരു മസ്കുലർ ഫീൽ കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ഇവിടെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ്സും ഉണ്ട്. ഇതെല്ലാം ശരിക്കും ഇവിടെ നോക്കുമ്പോൾ ഒരു കുഞ്ഞൊരു ജി വാഗണെ വളരെ റിസംബിൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു കർവ് എല്ലാം ജി വാഗണകത്ത് നമ്മൾ കണ്ടിട്ടുള്ള ടീമാണ്. റിയർ നോക്കുമ്പോഴത്തേക്കിനും റിയർ വളരെ ക്യൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ജി വാഗണെ പിന്നെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടയറിൻ്റെ ഒരു സ്പെയർ വീൽ കവറുണ്ട്. പക്ഷേ ജി വാഗണ് ഫുൾ കവറിങ് ആണ്. ഇവിടെ നമുക്ക് ഒരു സെൻറ്ററിലുള്ള പോർഷൻ മാത്രമേ ഫുൾ കവർ വരുന്നുള്ളൂ. പിന്നെ ജിമ്നിയുടെ ഒരു ബാറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് പിന്നെയും അടുത്ത കസ്റ്റമൈസേഷൻ ഓപ്ഷൻ വരുന്നത് ഇവിടെയുള്ള നമുക്ക് വെക്കാൻ പറ്റുന്നത് കാരിയറാണ്. റൂഫ് കാരിയർ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കസ്റ്റമൈഡ് ആയിട്ടുള്ള റൂഫ് കാരിയേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിനുള്ള അടിപൊളി സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെയാണ് അതിൻ്റെ ഒരു ആൻറ്റിന കൊടുത്തിട്ടുള്ളത്.
പിന്നെ നമുക്ക് ഷവല് പോലത്തെ സാധനം വെക്കാൻ ഇവിടെ നമുക്കൊരു കേജ് പോലൊരു സാധനം നമുക്ക് മോഡിഫിക്കേഷനായിട്ട് ഭാഗമായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. ഓഫ് റോഡ് സ്പെസിഫിക് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് റോഡിങ് ഫ്ലാഗ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. നോർമലി ഇതുപോലത്തെ SUVസിനെല്ലാം ഫ്ലാഗ് വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഈ ടയറിന്റെ ഹിഞ്ചിനകത്തായിരിക്കും വെക്കുക. പിന്നെ ഈ ഭാഗത്ത് നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കെട്ടി വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹിഞ്ച് വേണമെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാം. പക്ഷേ അത് ഡയറക്റ്റ് കേസിലാണ് ഘടിപ്പിക്കേണ്ടത്. ഇന്നേക്ക് അത്യാവശ്യം നല്ല വാട്ടർ വേഡിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിലും നമുക്കൊരു അഡീഷണൽ നോർക്കൽ വെച്ചത് കൊണ്ട് ആ വാട്ടർ വേഡിങ് കപ്പാസിറ്റിക്ക് കുറച്ചുകൂടെ ഒരു ഗുണമാകത്തേ ഉള്ളൂ. പ്രത്യേകിച്ചും വെള്ളമുള്ള സ്ഥലത്തോടൊക്കെ പോകുമ്പോഴത്തേക്കിനും സ്നോർക്കൽ നമ്മുടെ ഓഫ് റോഡിങ് വെഹിക്കിൾസിന് അല്ലെങ്കിൽ SUVസിനകത്ത് വെക്കാറുണ്ട്. നമുക്ക് ഇവിടെ ഒരു സ്നോർക്കൽ വെക്കാനുള്ള ഒരു സ്നോർക്കലോട് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾ കാണാൻ കുറച്ചുകൂടി ഗുമ്മായിരിക്കും. അത് നമുക്ക് ഓഫ് റോഡ് സ്പെക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു അഡീഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞത് സസ്പെൻഷൻ, വിഞ്ച്, സ്നോർക്കൽ, കാരിയർ, പിന്നെ ട്രാക്ഷൻ ബോർഡ്സൊക്കെ നമുക്ക് റൂഫ് കാരിയർ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് ജിംനി. പ്രത്യേകിച്ചും ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റോക്ക് ടയേഴ്സാണ് വരുന്നത്. ഇത് ഹൈവേ ടെറൻ 80 ടയേഴ്സാണ് വരുന്നത്. ഈവൻ 80 ടയേഴ്സ് അല്ലെങ്കിൽ MT ടയേഴ്സ് ഇട്ടാൽ പോലും, സ്റ്റോക്ക് റിമിൽ ഇട്ടാൽ പോലും ഇതിൻ്റെ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി മാറും. നമ്മുടെ പജറോഡ് എന്നൊക്കെ പറഞ്ഞാൽ 6 ഹോള് വരുന്ന 15 ഇഞ്ചാണ്. അത് കുറച്ച് പാടായിരിക്കും. പക്ഷേ ഇത് 15 ഇഞ്ച് ആയതുകൊണ്ടും 5 സ്ക്രൂ ഇടുന്ന റിം ആയതുകൊണ്ടും കുറച്ചൊരു ഈസി അവൈലബിൾ ആണ്. ഒരുപാട് അപ്സൈസിങ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ ഗ്രില്ലും ഇപ്പം ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റ് ഗ്രില്ല് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിന്റെ ബാക്കിയുള്ള ഒരുപാട് ഫീച്ചേഴ്സിനെ പറ്റി ഞാൻ പറയുന്നില്ല. ഇവിടെ ഹെഡ്ലൈറ്റ് വാഷേഴ്സ് ഉണ്ട്. അതൊക്കെ വളരെ സഹായകരമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ നോക്കിക്കണ്ടാൽ ജിംനിയെ പറ്റി തോന്നുന്നൊരു കാര്യം. ബേസിക്കലി വാല്യൂ ഫോർ മണി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മാരുതി ഈ ജിംനി എന്നുള്ള വെഹിക്കിൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു പ്രൈമറി കാറായിട്ടല്ല, ആയിരിക്കില്ല. ഒരു വാഹനമുള്ള ഒരാൾക്ക് സെക്കൻഡറി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളായിട്ടോ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരു ഓഫ് റോഡൊക്കെ പോകാനോ, അല്ലെങ്കിൽ ജസ്റ്റ് ചില്ല് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫൺ ടു ഡ്രൈവ് കാറായിട്ടായിരിക്കണം ജിംനി മാരുതി പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു വെഹിക്കിളാണ്. അപ്പോൾ പ്രൈസിൻ്റെ കാര്യം ചോദിക്കാൻ, വാല്യൂ ഫോർ മണിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. നമുക്ക് ആദ്യം ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിക്ക് 15 ലക്ഷം ഏകദേശം ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ആ വാല്യൂ ഫോർ മണിക്ക് നമുക്ക് കിട്ടാൻ പറ്റുന്ന മാക്സിമം മറ്റുള്ള വാഹനത്തെ പറ്റി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു 4-wheel ഡ്രൈവ് കേപ്പബിൾ ആയിട്ടുള്ള വെഹിക്കിളാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 4 ലോ എന്ന് പറയുന്ന ഒരു 4H, 2H, 4 ലോ എന്ന് പറയുന്ന 3 ഗിയർ ഓപ്ഷൻസ് ആണ് ജിംനിക്ക് വരുന്നത്. അത് നമുക്ക് കാണാം. നമുക്ക് ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കണ്ടു കളയാം. ജിംനിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഉടക്കിയത് നമ്മുടെ ജിപ്സിയുടെ വളരെ റിസംബ്ലൻസ് ആയിട്ടുള്ള ടാക്കോമീറ്റേഴ്സും ഓഡോമീറ്റേഴ്സുമാണ്. ആ ഒരു ലെഗസിയെ കാണിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു റിസംബ്ലൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ബട്ടൺസ് എല്ലാം നമുക്ക് ഓഫ് റോഡ് സ്പെസിഫിക് ആയിട്ട്, അതായത് നമ്മൾ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസും പിന്നെ ബേസിക് ആയിട്ടുള്ള കൺട്രോൾസ് എല്ലാം ഉണ്ട്. പിന്നെ ഒരുപാട് ടെക്നോളജി ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇന്റീരിയറിലേക്ക് പോകുന്നില്ല. നമുക്കിപ്പം അത്യാവശ്യം ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓഫ് റോഡൊക്കെ പോകുമ്പോഴത്തേനും നമ്മൾ സ്ഥിരം കാണുന്നതാണ്. നമ്മുടെ കോ പാസഞ്ചേഴ്സ് എല്ലാവരും ഗ്രാബ് ഹാൻഡിൽസ് ഇല്ലാത്തത് കൊണ്ടും മേളിലൊക്കെ പിടിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പം ഇത് പ്രോപ്പറായിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന നമ്മുടെ 4-wheel ഡ്രൈവിൻ്റെ ട്രാൻസ്ഫർ ഗിയറാണ് ഈ താഴെ കാണുന്നത്. 3 മോഡ്സ് ഉണ്ട്. 2H, 4H, 4 ലോ എന്ന് പറയുന്ന 3 മോഡ്സാണുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം 4 ലോ എന്ന് പറയുന്നതാണ് എക്സ്ട്രീം ടോർക്ക് കൊടുക്കുന്ന നമ്മുടെ ഹനുമാൻ ഗിയർ എന്ന് പറയുന്ന ഒരു ഓഫ് റോഡിങ് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ടോർക്ക് വെഹിക്കിളിനുണ്ട്. പെട്രോൾ എഞ്ചിനാണെങ്കിലും വെഹിക്കിളിനുണ്ട്. പിന്നെ ഓൺ ദ ഫ്ലൈ 2H to 4H നമുക്ക് ഇടാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതിപ്പം എനിക്ക് തോന്നുന്നു മിക്ക ഓഫ് റോഡ് വെഹിക്കിൾസിനും ഓൺ ദ ഫ്ലൈ ഇടാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ള വെഹിക്കിൾസാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി ജിംനിയുടെ ഒരു ഇൻറ്റീരിയർ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ. ഈ ഒരു ഹാൻഡിൽ ബാർസ് എല്ലാം വളരെ അത്യാവശ്യം കാണുമ്പോൾ കുറച്ച് സ്ട്രോങ് ആണ്. പക്ഷേ താഴത്തെ ആ ഒരു എന്താണ് ചെറിയൊരു റാക്ക് പോലത്തെ എൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുറേ പരിപാടികളാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് 175 ആണ് എൻ്റെ ഹൈറ്റ്. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ എനിക്ക് പാർഷ്യൽ തൈ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു നമ്മൾ ചാരി ഇരിക്കുന്ന ഒരു ഇൻക്ലിനേഷൻ ഓക്കെയാണ്. 3 പേർക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 പേർക്ക് വെൽ ആൻഡ് ഗുഡ്, നല്ല കംഫർട്ടാണ്. പിന്നെ ഈ തൈ സപ്പോർട്ടിന് ഒരു കാര്യമുണ്ട്. 2 പേര് മാത്രം ഇരിക്കുമ്പോൾ കാലൊക്കെ ഇങ്ങനെ ആടാനുള്ള ഒരു ചെറിയൊരിതും കൂടെ ഉണ്ട്. പിന്നെ പവർ വിൻഡോ, സ്വിച്ചസ്, പിന്നെ ഡോർ അൺലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒന്നും ഇല്ല. ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലായിരുന്നു. പിന്നെ ബൂട്ടിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് 1 ടച്ച് അൺലോക്കാണ്. ഇതങ്ങ് ഓപ്പൺ ആയി പൊക്കോളും. അത്യാവശ്യം നല്ല വലിയ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. നമ്മുടെ പജീറോയിലുള്ള പോലെ
ഒരു 12 വോൾട്ട് ചാർജർ ഉണ്ട്. അതിന്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഓഫ് റോഡൊക്കെ അല്ലെങ്കിൽ നമ്മൾ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഈ USB-യിൽ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് വെഹിക്കിളിൽ നമുക്ക് വെക്കാം. അത് നമുക്ക് നല്ലൊരു സംഭവമാണ്. പിന്നെ അല്ലാതെ നമുക്കിപ്പം കാർ ഇൻവേർട്ടറെ കൊണ്ട് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് നമുക്ക് സാധനമൊക്കെ ചാർജ് ചെയ്യാം. നല്ലൊരു ഫീച്ചറാണത്. ജിംനിയുടെ എഞ്ചിനിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു 1.5 ലിറ്റർ K15B എന്ന് പറയുന്ന ഒരു സീരീസ് എഞ്ചിനാണ് ജിംനിക്ക് സുസുക്കി കൊടുത്തിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു 104.8 PS ആണ് പവർ വരുന്നത്. പിന്നെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 134.2 ന്യൂട്ടൺ മീറ്ററാണ്. ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് ARI അപ്രൂവ്ഡ് ഫിഗേഴ്സ് പറയുന്നത് ഏകദേശം 16.9 km/ലിറ്ററാണ്. നമ്മളിപ്പം ഓഫ് റോഡ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഒരു പരിപാടിയെ മാറിയിരിക്കുകയാണ്. എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജിപ്സിയും ജീപ്പും ഒക്കെ ഉള്ള സമയത്ത് അങ്ങനെയുള്ള വെഹിക്കിൾസ് ഉള്ളവരോ അല്ലെങ്കിൽ അതിലുള്ള ഓഫ് റോഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് ഓഫ് റോഡിങ് വെഹിക്കിൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഓഫ് റോഡിങ്ങിലേക്ക് വരുന്നുണ്ട്. ഇത് ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ചെയ്ത് അറിയാനും ഓഫ് റോഡിങ് വെഹിക്കിൾ എടുത്തിട്ട് കാണാൻ കയറാത്ത സ്ഥലങ്ങൾ, മലയും കാടും കുന്നുകളെല്ലാം കടന്ന് ഓഫ് റോഡിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴത്തെ ജനറേഷൻ അത് എൻജോയ് ചെയ്ത് വരികയാണ്. അപ്പം അങ്ങനെ ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാരുതിയിൽ നിന്നും ജിംനി പോലെ ഒരു ഓഫ് റോഡിങ് വെഹിക്കിൾ ഇറക്കിയത് എന്തുകൊണ്ടും നല്ല തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് ആൾക്കാർ ഇതിലേക്ക് വരണം, ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ചെയ്യണം. ഓഫ് റോഡിങ് പോലത്തെ വാഹനങ്ങൾ ഇനിയും ഇറങ്ങണം. നമുക്ക് അതൊരു പുതിയൊരു ട്രെൻഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഓഫ് റോഡ് വെഹിക്കിൾസ് പല ബ്രാൻഡും ഇറക്കട്ടെ, എന്നാലേ ടഫ് കോമ്പറ്റീഷൻ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അത്യാവശ്യം സസ്പെൻഷനൊക്കെ അത്യാവശ്യം വളരെ സോഫ്റ്റ് സസ്പെൻഷനാണ്. പിന്നെ നല്ല രീതിയിലുള്ള ആർട്ടിക്കുലേഷൻ വെഹിക്കിളുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആർട്ടിക്കുലേഷനൊക്കെ ഉള്ളൊരു വെഹിക്കിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കലി ജിംനിയെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലൊക്കെ പ്രധാനമായിട്ടും ജിംനിയെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓഫ് റോഡ് മോഡിഫിക്കേഷൻസിനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മോഡിഫിക്കേഷൻ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക. ജിംനി ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നടക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മല്ലു ഗാരേജ് ആൻഡ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.